ഒരു കണ്ടെയ്നറിൽ അല്പം പൊടി ഒഴിക്കുന്നത് എങ്ങനെ ഒരു ഭീമൻ ബേസിനായി മാറും? ഇത് മാജിക് അല്ല, റൊട്ടേഷണൽ മോൾഡിംഗ് എന്ന ഒരു പ്രത്യേക തെർമോപ്ലാസ്റ്റിക് പ്രക്രിയയാണ്. ആ വലിയ കണ്ടെയ്നർ നിങ്ങൾ കാണുന്നത് ഉൽപ്പന്നമല്ല, പൂപ്പൽ തൊഴിലാളികൾ പൊടിച്ച പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് ഒഴിക്കുന്നു. തുടർന്ന് പൂപ്പൽ തുടർച്ചയായി കറങ്ങാൻ സജ്ജമാക്കിയിരിക്കുന്നു. ഭ്രമണം പൊടി ഉരുകുകയും മാറുകയും ചെയ്യുന്നു. അങ്ങനെ അത് ഒരു സ്ഥലത്ത് കുന്നുകൂടുന്നില്ല. അതേസമയം ഒരു ചൂടാക്കൽ ചൂള പൂപ്പൽ ചൂടാക്കുന്നു. ചൂടിലും ഗുരുത്വാകർഷണത്തിലും പ്ലാസ്റ്റിക് പൊടി പതുക്കെ ഉരുകുകയും തുല്യമായി ഒഴുകുകയും പൂപ്പലിന്റെ ആന്തരിക ഭിത്തികളിൽ പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നു. ആവശ്യമുള്ള കനത്തിലെത്തിക്കഴിഞ്ഞാൽ പൂപ്പൽ ഒരു കൂളിംഗ് സോണിലേക്ക് നീങ്ങുന്നു. അവിടെ ഫാനുകളോ വാട്ടർ സ്പ്രേയോ താപനില കുറയ്ക്കുന്നു. പൂപ്പൽ ക്രമേണ അതിന്റെ കറക്കം മന്ദഗതിയിലാക്കുമ്പോൾ പ്ലാസ്റ്റിക് ദൃഢമാകുന്നു. ഒടുവിൽ പൂപ്പൽ തുറക്കപ്പെടുന്നു. ഈടുനിൽക്കുന്നതും ഉറച്ചതുമായ ഒരു പ്ലാസ്റ്റിക് ഉൽപ്പന്നം പുറത്തുവരുന്നു. മുഴുവൻ പ്രക്രിയയും വളരെ കാര്യക്ഷമമാണ്. തുല്യമായ മതിൽ കനം ഉൽപ്പാദിപ്പിക്കുകയും വാർപ്പിംഗ് കുറയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് തികഞ്ഞതല്ല. സൈക്കിൾ സമയം താരതമ്യേന നീണ്ടതാണ്. കൃത്യത വളരെ ഉയർന്നതല്ല. അതുകൊണ്ടാണ് വാട്ടർ ടാങ്കുകൾ, ഗതാഗത തടസ്സങ്ങൾ പോലുള്ള അധിക വലിയ പൊള്ളയായ ഉൽപ്പന്നങ്ങൾക്കോ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, കയാക്കുകൾ, ഐസ് കൂളറുകൾ തുടങ്ങിയ ചെറിയ ബാച്ച് മൾട്ടി വെറൈറ്റി ഉൽപ്പന്നങ്ങൾക്കോ റൊട്ടേഷണൽ മോൾഡിംഗ് പ്രധാനമായും ഉപയോഗിക്കുന്നത്.